ഹലോ ഡിയർ ഫ്രണ്ട്സ്, സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള സമഗ്ര പരിശീലനമാണ് ഞാനിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് 7ാമത്തെ എപ്പിസോഡാണ്. മാത്സ് ആൻഡ് റീസണിങ്ങിൻ്റെ 7ാമത്തെ എപ്പിസോഡാണിത്. ഇത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് എക്സാമിനും KAS ഉൾപ്പെടെയുള്ള ബിരുദതല പരീക്ഷകൾക്കും +2 ലെവൽ പരീക്ഷയും 10th ലെവൽ പ്രിലിംസ് മെയിൻ എല്ലാത്തിനും ഉപകരിക്കുന്ന കുറച്ച് മാത്സും റീസണിങ്ങുമാണ് ഞാൻ ഇന്നിവിടെ ഈ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പഴയ വീഡിയോ എല്ലാം നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. അഥവാ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മൈ ലൈവ് ക്ലാസ് റൂം അത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുക്കുക. നല്ലതുപോലെ ശ്രദ്ധിച്ച് വാച്ച് ചെയ്ത് പഠിച്ച് ടെസ്റ്റ് എഴുതി റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക. നല്ല സീരിയസ് ആയിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത്. നല്ല ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്താണ് പഠിപ്പിക്കുന്നത്. അവിടെ നല്ല രീതിയിൽ കേട്ട് മനസ്സിലാക്കുക, പഠിക്കുക. ഈ എപ്പിസോഡിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ബാഗിൽ ആകെ 30 രൂപയുണ്ട്. ഇത് 25 പൈസ, 10 പൈസ, 5 പൈസ നാണയങ്ങളായി നിക്ഷേപിച്ചിരിക്കുന്നു. നിക്ഷേപിച്ചിരിക്കുന്ന അംശബന്ധം 1:2:3 ആണ്. എങ്കിൽ താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയേത്? ആദ്യത്തെ പ്രസ്താവന എന്ന് പറയുന്നത് 5 പൈസ നാണയങ്ങളുടെ എണ്ണം 150 ആണ്. രണ്ടാമത്തെ പ്രസ്താവന 25 പൈസ നാണയങ്ങളുടെയും 5 പൈസ നാണയങ്ങളുടെയും ആകെ മൂല്യം 20 ആണ്. നമ്മൾക്കിതിൽ ഓപ്ഷൻസ് തന്നിട്ടുള്ളത് ഈ രണ്ട് പ്രസ്താവന ശരിയാണോ, അല്ലെങ്കിൽ രണ്ട് പ്രസ്താവനയും തെറ്റാണോ, ഒരു പ്രസ്താവന മാത്രം ശരിയാണോ, അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രസ്താവന മാത്രം ശരിയാണോ എന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ കറക്റ്റായി മനസ്സിലാക്കണം. ബാഗിൽ ആകെ ഉള്ളത് 30 രൂപയാണ്. അത് 25 പൈസയുടെയും 10 പൈസയുടെയും 5 പൈസയുടെയും കോയിനുകളാണ്. അതിൻ്റെ 25 പൈസയുടെ അംശബന്ധം 1 ആണ്, 10 പൈസയുടേത് 2 ആണ്, 5 പൈസയുടേത് 3 ആണ്. 1:2:3 ആണ്. ഇത് വച്ചിട്ട് വേണം നമ്മൾ കാൽക്കുലേഷൻ ചെയ്യാൻ വേണ്ടി. നമ്മൾക്ക് ആദ്യത്തെ പ്രസ്താവന 5 പൈസ നാണയങ്ങളുടെ എണ്ണം 150 ആണ്. അത് ശരിയാണോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് നോക്കാം. നമ്മൾക്ക് 25 പൈസ നാണയങ്ങളെ എക്സ് എന്നെടുക്കാം. നമ്മൾക്ക് നമ്മളുടെ പ്രൊപ്പോർഷൻ 1:2:3 എന്നുള്ള പ്രൊപ്പോർഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ എക്സ് എന്നൊരു വാല്യൂ കൊടുത്തെടുത്താൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ നമ്മൾക്ക് 25 പൈസ നാണയങ്ങളുടെ വാല്യൂ നമ്മൾക്ക് എക്സ് എന്നെടുക്കാം. 10 പൈസ നാണയങ്ങൾ പ്രൊപ്പോർഷൻ 2 ആയ കാരണം 2x എന്ന് കൊടുക്കാം. 5 പൈസ നാണയങ്ങൾ അപ്പോൾ പ്രൊപ്പോർഷൻ 3 വരണ കാരണം 3x. അവയുടെ മൂല്യം എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും കൂടെ കൂട്ടുന്നതാണ് ടോട്ടൽ എമൗണ്ട് 30 രൂപ എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ ഓരോന്നിൻ്റെയും മൂല്യം എന്ന് പറയുന്നത് 25 × x + 10 × 2x + 5 × 3x ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 25x 20 15x. അപ്പോൾ നമ്മൾക്കതിനെ ലഘൂകരിച്ച് എഴുതിയാൽ എക്സ് എല്ലാം ക്യാൻസൽ ചെയ്ത് പോകും. 25:20:15 എന്ന് വരും. അതിനെ ഷോർട്ടൺ ചെയ്താൽ 5:4:3 എന്ന് വരും. ഇനി നമ്മൾക്ക് 5 പൈസ നാണയങ്ങൾ എത്ര ഉണ്ട് എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് മുന്നോടിയായി നമ്മൾക്ക് 5 പൈസ നാണയങ്ങളുടെ മൂല്യം കണ്ടുപിടിക്കാം. നമ്മൾക്ക് ടോട്ടൽ എമൗണ്ട് തന്നിട്ടുള്ളത് 30 രൂപയാണ്. അപ്പോൾ അതിൽ 5 പൈസ നാണയങ്ങളുടെ മൂല്യം കണ്ടുപിടിക്കാൻ പറയുമ്പോൾ 5 പൈസയുടെ പ്രൊപ്പോർഷൻ 3 ആണ്. ടോട്ടൽ പ്രൊപ്പോർഷൻ 5 + 4 + 3 ആണ്. നമ്മൾക്കിപ്പോൾ മുകളിൽ കണ്ടുപിടിച്ച് കിട്ടിയ പ്രൊപ്പോർഷനാണ് ഞാനീ പറയുന്നത്. അപ്പോൾ 5 + 4 + 3 പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ 12. ഈ 12-ൽ 3 പ്രൊപ്പോർഷൻ മാത്രമേ നമ്മൾക്ക് 5 പൈസ നാണയങ്ങളുള്ളൂ. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് ടോട്ടൽ എമൗണ്ട് 30 രൂപ. 30 × ഇതിൻ്റെ ഈ 5 പൈസയുടെ പ്രൊപ്പോർഷൻ 3 ഡിവൈഡഡ് ടോട്ടൽ പ്രൊപ്പോർഷൻ 5 + 4 + 3. അപ്പോൾ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ 30 × 3/12 എന്ന് വരും. 30 × 3/12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7.5 7.5 രൂപ എന്ന് കിട്ടും. അപ്പോൾ 5 പൈസ നാണയങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം. നമ്മൾക്ക് മൂല്യം കിട്ടി 7.5 രൂപയാണ്. പക്ഷേ 5 പൈസ നാണയങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾക്കറിയാം 1 രൂപയിൽ 20 5 പൈസ നാണയങ്ങളുണ്ട്.
അപ്പോൾ 7.5 രൂപയിൽ എത്ര 5 പൈസ നാണയങ്ങൾ കാണും? അപ്പോൾ 7.5 ഇൻറ്റു 20, 7.5 ഇൻറ്റു 20, അപ്പോൾ 150 എണ്ണം കാണും. നമ്മളുടെ ഇവിടുത്തെ ഒന്നാമത്തെ പ്രസ്താവന എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ പ്രസ്താവന 5 പൈസ നാണയങ്ങളുടെ എണ്ണം 150 എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്തപ്പോൾ നമ്മൾക്ക് കറക്റ്റ് ആൻസർ കിട്ടി. 5 പൈസ നാണയങ്ങളുടെ എണ്ണം 150 തന്നെയാണ്. അപ്പോൾ പ്രസ്താവന 1 ശരി എന്ന് കിട്ടി. ഇനി അടുത്ത് രണ്ടാമത്തെ പ്രസ്താവന നോക്കണം. രണ്ടാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് 25 പൈസ നാണയങ്ങളുടെയും 5 പൈസ നാണയങ്ങളുടെയും ആകെ മൂല്യം 20 രൂപയാണ്. അത് നമ്മൾക്ക് ഇനി കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾക്ക് നാണയങ്ങളുടെ മൂല്യം എന്ന് പറയുന്നത് നമ്മൾക്കൂടെ കിട്ടിയ പ്രൊപ്പോർഷൻ അറിയാമല്ലോ. 25x:20x:15x നമ്മൾ ഷോർട്ടൻ ചെയ്ത് 5:4:3 എന്ന് എഴുതിയത് നമ്മൾക്കറിയാം. അപ്പോൾ നാണയങ്ങളുടെ മൂല്യം എന്ന് പറയുന്നത് 5:4:3 ആണ്. അതിൽ 25 പൈസ നാണയങ്ങളുടെ മൂല്യം എന്ന് പറയുന്നത് 5 ആണ്. 25:20:15 ആണ് 5:4:3. അപ്പോൾ 25 പൈസയുടേത് 5 ആണ്. അപ്പോൾ ടോട്ടൽ നമ്മളുടെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് 5 + 4 + 3 ആണ്. നേരത്തെ നമ്മൾ 5 പൈസയുടേത് കണ്ടതുപോലെ ഇപ്പോൾ 25 പൈസയുടേത് കാണുമ്പോൾ 30 ഇൻറ്റു 5 5 25 പൈസ നാണയങ്ങളുടെ പ്രൊപ്പോർഷൻ. അത് കാരണം 30 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 5 + 4 + 3 എന്ന് കിട്ടും. 30 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 12 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾക്ക് 12.5 രൂപ എന്ന് കിട്ടും. അപ്പോൾ 25 പൈസ നാണയങ്ങളുടെ മൂല്യം നമ്മൾക്ക് 12.5 രൂപ എന്നാണ് കിട്ടിയത്. നമ്മൾക്ക് സെക്കൻഡ് പ്രസ്താവന, രണ്ടാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് 5 പൈസ നാണയങ്ങളുടെയും 25 പൈസ നാണയങ്ങളുടെയും ആകെ മൂല്യം 20 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്കിവിടെ നോക്കാം. നമ്മൾക്ക് ആദ്യം 5 പൈസ നാണയങ്ങളുടെ മൂല്യം കിട്ടി 7.5 രൂപ. ഇവിടെ നമ്മൾക്ക് 25 പൈസ നാണയങ്ങളുടെ മൂല്യം കിട്ടി 12.5 രൂപ. അപ്പോൾ രണ്ടും കൂടെ കൂട്ടി നോക്കുക. 7.5 + 12.5 = 20. അപ്പോൾ നമ്മൾക്ക് രണ്ടാമത്തെ പ്രസ്താവനയും ശരി എന്ന് കിട്ടി. 25 പൈസ നാണയങ്ങളുടെയും 5 പൈസ നാണയങ്ങളുടെയും ആകെ മൂല്യം 20 രൂപയാണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് എല്ലാം ശരി, എല്ലാം തെറ്റ്, ഒന്ന് മാത്രം ശരി, രണ്ടാമത്തെ പ്രസ്താവന മാത്രം ശരി എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾക്കറിയാം 2 പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ എല്ലാം ശരി എന്നുള്ളതാണ് നമ്മളുടെ റൈറ്റ് ആൻസർ. PSC പരീക്ഷകളുടെ ഒരു സമഗ്ര പരിശീലനമാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഫുൾ വാച്ച് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക, പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക. താങ്ക്